ഹായ് എവരി വൺ, വെൽക്കം ടു ഡ്രഗ് മീഡിയ. ഏവർക്കും ഡ്രഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ റിവ്യൂ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രചാരണമുള്ള ഒരു ഫേഷ്യൽ ബ്യൂട്ടി ക്രീമിനെ കുറിച്ചിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം ഏതാണ് ഈ പ്രൊഡക്റ്റ് എന്നുള്ളത്. പ്രൊഡക്റ്റിൻ്റെ നെയിം അല്ലെങ്കിൽ പേരാണ് ഫൈസ സ്കിൻ വൈറ്റനിങ് ക്രീം എന്നുള്ളതാണ്. ഇതിൻ്റെ കമ്പനി നെയിം പൂണിയ ബ്രദേഴ്സ്. ഇവരാണ് ഈ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത്. ഒരു പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഈ പൂണിയ ബ്രദേഴ്സ് എന്നുള്ളത്. ഞാൻ ഈ പൂണിയ ബ്രദേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അവരുടെ വെബ്സൈറ്റിനകത്ത് അന്വേഷിക്കുകയുണ്ടായി, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ഒത്തിരി തവണ പല ഭാഗങ്ങളെ സെർച്ച് ചെയ്യുകയുണ്ടായി. ഈവൻ ട്വിറ്ററിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിൽ പോലും, അതിലുപരി ഗൂഗിൾ വഴിയെല്ലാം സെർച്ച് ചെയ്തു. എന്നാൽ അവരുടെ പേരിൽ ഒരു ഫൈസ ക്രീം എന്ന പേരിലോ ഇല്ലെങ്കിൽ ഈ ബ്രദേഴ്സ് പൂണിയ ബ്രദേഴ്സ് എന്ന അവരുടെ പേരിലോ യാതൊരുവിധ വെബ്സൈറ്റോ എവിടെയും നിലവിലില്ല, അല്ലെങ്കിൽ ആ രീതിയിലൊരു വെബ്സൈറ്റും ലഭ്യമല്ല. ആയതിൽ തന്നെ ഈ ഫേഷ്യൽ ക്രീമായ ഫൈസയുടെ ഈ ഫേഷ്യൽ ക്രീം എത്രത്തോളം ഒറിജിനലാണ് മാർക്കറ്റിൽ ലഭ്യമാവുന്നത്, അല്ലെങ്കിൽ ഫേക്കാണോ ലഭ്യമാവുന്നത് എന്നുള്ളത് നമുക്ക് തീർത്തും പറയാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇപ്പോൾ എക്സാമ്പിൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്, എൻ്റെ കയ്യിലുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഒരു ഇറാൻ്റെ പ്രൊഡക്റ്റാണ്. ഇറാനിൽ നിന്നും ലഭ്യമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഒരു കാസർഗോഡുള്ള ഒരു സുഹൃത്ത് വഴി ലഭ്യമായിട്ടുള്ളൊരു ഫൈസയുടെ ക്രീമാണിത്. ഈ പ്രൊഡക്റ്റ് ഒരു 100% ഒറിജിനൽ എന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്കൊരു പക്ഷെ അറിയാലോ, സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ ഫൈസ ക്രീം ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ കാസർഗോഡുള്ള പിള്ളേരാവാം. അതുകൊണ്ട് തന്നെ എനിക്കിത് 100% പറയാനും കഴിയും ഇതൊരു പക്ഷേ ഒറിജിനൽ ക്രീം ആണെന്നുള്ളത്. ഇറാനിൽ നിന്നും ലഭ്യമാവുന്ന ഈ ഫൈസയുടെ ക്രീമെല്ലാം ഒറിജിനലാണ് എന്നുള്ളതാണ് വാദം. ഒരിക്കലും ഞാനത് 100% എഗ്രി ചെയ്യുന്നില്ല. ഈ പ്രൊഡക്റ്റ് പൂണിയ ബ്രദേഴ്സ് നിർമ്മിക്കുന്നതാണെങ്കിൽ പോലും പാകിസ്ഥാൻ്റെ പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് ഇറാൻ വഴി ലഭ്യമാവുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് കേൾക്കുന്നുണ്ട്. നമ്മുടെ ആമസോൺ വഴി ഇല്ലെങ്കിൽ മറ്റു ഓൺലൈൻ ഷോപ്പിലും ഇന്ത്യയിലും ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. പക്ഷേ ഇതെല്ലാം എത്രത്തോളം 100% ഒറിജിനലാണോ അല്ലെങ്കിൽ ഫേക്കാണോ എന്ന് ഒരിക്കലും പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എങ്കിൽ പോലും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളത് ഫൈസ ക്രീമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളുമാണ്. ഫൈസയുടെ ദോഷഫലങ്ങൾ, ഉപയോഗം, ഇതെല്ലാം എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം ഫൈസയെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ. നമുക്കിനി ഫൈസ ക്രീമിനെ കുറിച്ചുള്ള കാര്യങ്ങളോട്ട് കിടക്കാം. അതായത് ഈ മെഡിസിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്താണെന്ന് നോക്കാം. ഈ ഫൈസ ബ്യൂട്ടി ക്രീം മുഖസൗന്ദര്യത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് അനവധി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. ഒരു മുഖത്ത് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്ത് എക്സാമ്പിളായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈസ ക്രീം മുഖത്തുള്ള പിമ്പിൾസ്, അതായത് ഏക്നി അല്ലെങ്കിൽ മുഖക്കുരു, ഇത് മാറാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കൂടാതെ തന്നെ മുഖത്തുള്ള ഫ്രീക്ലെസ് അല്ലെങ്കിൽ ബ്ലാക്ക്നെസ് അഥവാ കറുത്ത പാടുകളെല്ലാം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നു. കൂടാതെ മുഖത്തുള്ള സ്പോട്ട്സ് നീക്കം, അല്ലെങ്കിൽ കറുത്ത ചെറിയ ചെറിയ പിമ്പിളായിട്ടുള്ള പാടുകളെല്ലാം, സ്പോട്ടായിട്ടുള്ളതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ ക്രീം ഉപയോഗിച്ച് വരുന്നു. കൂടാതെ തന്നെ മുഖം ഒരു ഗ്ലോ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ്നെസ് ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് ഈ ഫൈസ ക്രീം ഉപയോഗിച്ച് വരുന്നുണ്ട്. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് മികച്ചൊരു റിസൾട്ട്, അതായത് വിത്തിൻ 7 days 7 ദിവസം കൊണ്ട് മികച്ചൊരു റിസൾട്ട് ലഭ്യമാക്കാൻ കഴിയും, അല്ലെങ്കിൽ ലഭ്യമാവും എന്നതാണ് ഈ മെഡിസിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് എല്ലാവരും എടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മെഡിസിൻ അല്ലെങ്കിൽ ഫൈസ ഫേഷ്യൽ ബ്യൂട്ടി ക്രീം ഏഷ്യൻ മാർക്കറ്റിൽ അത്രത്തോളം ജനങ്ങൾ അതിനെ ഫോളോ ചെയ്യാനുള്ള ഒരു കാരണം. ഇനി നമുക്ക് ഈ മെഡിസിൻ്റെ കോമ്പോസിഷൻ, അതായത് ഈ മെഡിസിനകത്ത് എന്താണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കാം. ഒരു സത്യം തന്നെ പറയട്ടെ, ഈ ഫൈസ ക്രീമിനകത്ത് എന്താണ് അടങ്ങിയിട്ടുള്ളത് എന്നൊരു സത്യാവസ്ഥ അതൊരു അവ്യക്തമായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റ് എന്താണെന്നുള്ളത് എവിടെയും ആരും മെൻഷൻ ചെയ്യുന്നില്ല. അത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു കെമിക്കൽ അനലൈസ് അല്ലെങ്കിൽ കെമിക്കൽ ടെസ്റ്റ് അനിവാര്യമായിട്ട് വരുന്ന കാര്യമാണ്. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻ. അതായത് ഈ ഫൈസ ക്രീം നമുക്ക് മറ്റു മുഖത്ത് പുരട്ടുന്ന ക്രീമുകളെ കൂടെയോ അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീമുകളെ കൂടെയോ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളത് നോക്കാം. സാധാരണയായിട്ട് ഫൈസ ക്രീം എക്സാമ്പിൾ ഒരു മുഖത്ത് സൺ പ്രൊട്ടക്ഷൻ ക്രീം, ഇല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീം, ഇല്ലെങ്കിൽ മറ്റു വൈറ്റനിങ് ക്രീം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുരട്ടിക്കഴിഞ്ഞ് ഒരിക്കലും അതിൻ്റെ മുകളിലോ ഈ ഫൈസ ക്രീം ഒരിക്കലും അപ്ലൈ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് വലിയ റിയാക്ഷൻസ് വരാൻ കാരണമാകാറുണ്ട് എന്നുള്ളത് പല ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എക്സാമ്പിൾ മുഖത്ത് ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയ വഴിയുള്ള ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ഓപ്പൺ വൂണ്ട്, ഒരു മുറിവായിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അൾസർ, അതായത് മുറിവ് പോലുള്ള പുണ്ണായിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇച്ചിങ്, ചൊറിച്ച്, അലർജി, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ ക്രീം അപ്ലൈ ചെയ്യാതിരിക്കുക. അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് മറ്റു അസുഖങ്ങൾ ഇല്ലെങ്കിൽ മറ്റു റിയാക്ഷൻസ് വരാൻ കാരണമാകും. അത് എന്തുകൊണ്ടാണ് വരാൻ കാരണമാകുന്നതെന്ന് ഞാൻ പറയാം. അതിന് ഇതിൻ്റെ സൈഡ് എഫക്റ്റിലോട്ട് കടന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു ഡീറ്റെയിൽ കിട്ടും.
അപ്പോൾ ഞാൻ ഇതിന് പറയാനുള്ളത് ഫൈസയുടെ ദോഷഫലങ്ങൾ, അതായത് ഫൈസയുടെ സൈഡ് എഫക്ട്സ്, ഫൈസ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരുന്ന ദോഷഫലങ്ങൾ, സൈഡ് എഫക്ട്സ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഈ ഫൈസ ക്രീമിൻ്റെ സൈഡ് എഫക്ട്സ്. ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് ഞാൻ പറഞ്ഞു ഫൈസ ക്രീമിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് അറിയാൻ സാധിക്കാത്ത ആ ഒരു സാഹചര്യത്തിൽ ഉള്ളതിനാൽ തന്നെയാണ് ഇത് സ്പെസിഫിക് ആയിട്ട് ഫൈസ ക്രീമിൻ്റെ ദോഷഫലങ്ങൾ എന്തെല്ലാം എന്നൊരിക്കലും പറയാൻ കഴിയില്ല. എന്നാൽ ഫൈസ ക്രീം വേഗത്തിൽ റിസൾട്ട് ലഭ്യമാവുന്നുണ്ട്. അതിനുള്ള കാരണം എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഗൂഗിൾ ചെയ്താൽ പോലും ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വ്യക്തമായ റിസൾട്ട് പല ഭാഗങ്ങളിൽ നിന്നും വരാൻ കാരണം ഫൈസ ക്രീമിനകത്ത് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്, അതായത് സ്റ്റിറോയിഡ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ക്രീംസ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ് അതിനകത്ത് അടങ്ങിയതിനാൽ കാരണത്താലാണ് വളരെ വേഗത്തിൽ മുഖം വെളുക്കാൻ വേണ്ടിയിട്ടും, ഇല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഫൈസ ക്രീം ഓവറായിട്ട് പുരട്ടിക്കഴിഞ്ഞാൽ മറ്റു അസുഖങ്ങൾ വരാൻ കാരണമാകുന്നു എന്നെല്ലാം പറയാൻ കാരണം ഫൈസ ക്രീമിനകത്ത് സ്റ്റിറോയിഡ് അല്ലെങ്കിൽ കോർട്ടിക്കോസ്റ്റിറോയിഡ് ആയിട്ടുള്ള സ്റ്റിറോയിഡ്സ് അടങ്ങിയത് കാരണത്താലാണ് നമ്മൾ മുഖത്ത് പുരട്ടുമ്പോൾ അതിന് പെട്ടെന്നുള്ളൊരു വെളുത്ത അല്ലെങ്കിൽ മുഖം കറുത്ത ഭാഗം വെളുക്കാനും പിമ്പിൾസ് എല്ലാം വേഗത്തിൽ പോകാനും സഹായകരമാകുന്നു എന്നുള്ളതൊരു വാദം നിലനിൽക്കുന്നുണ്ട്. അതങ്ങനെയെങ്കിൽ അമിതമായി നമ്മളിപ്പോൾ എക്സാമ്പിൾ ഈ ഒരു ക്രീം ഇപ്പോൾ അമിതമായി നമ്മൾ മുഖത്ത് പുരട്ടുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ, എക്സാമ്പിൾ നമ്മുടെ മുഖം അത് വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ്. ആ മുഖത്ത് നമ്മൾ അമിതമായിട്ട് ഫൈസ ക്രീം രാവിലെയും രാത്രിയിലും എന്ന രീതിയിൽ ലോങ് ടൈം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മുഖക്കുരു, അതായത് യക്നി വരാൻ കാരണമാകുന്നു. ഫോട്ടോ സെൻസിറ്റിവിറ്റി, അതായത് നമ്മളൊരു മുഖത്ത് പ്രകാശം തട്ടുന്നൊരവസ്ഥയിൽ വരുമ്പോൾ നമ്മുടെ മുഖം ചുമന്ന് തടിച്ച് സ്വെല്ലിംഗ് ആയി വരുന്നൊരവസ്ഥ വരാൻ കാരണമാകുന്നു. കൂടാതെ തന്നെ സ്കിൻ പീലിംഗ്, അതായത് ഈ ഓവറായിട്ട് സ്റ്റിറോയിഡ് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും 100% പറയാൻ കഴിയുന്നില്ല ഫൈസിനകത്ത് സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. പക്ഷേ ചില സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഫൈസിനകത്ത് സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ സ്കിൻ പീൽ ചെയ്ത് പോകും, അതായത് സ്കിൻ അടർന്നു പോകുന്നൊരവസ്ഥ വരും. ലോങ് റണ്ണിങ് ഞാൻ പറഞ്ഞത് 1-2 മാസത്തിനല്ല, ഒരു 6 മാസത്തിന് മുകളിൽ അപ്ലൈ ചെയ്യുന്നൊരവസ്ഥയാണെങ്കിൽ സ്കിൻ അടർന്നു പോകുന്നൊരവസ്ഥ വരും. കൂടാതെ തന്നെ അതൊരു പക്ഷേ സ്കിൻ ക്യാൻസറിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വരാനും കാരണമാവാറുണ്ട്. കൂടാതെ തന്നെ റൊസേഷ്യ എന്നുള്ള ഒരു അസുഖവും, അതുകൂടാതെ തന്നെ അട്രോഫിയ എന്നുള്ള സ്കിൻ അസുഖവും, കൂടാതെ തന്നെ സ്ട്രെച്ച് മാർക്ക്, ചില സ്കിന്നെല്ലാം ഇങ്ങനെ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഈ ഒരു പ്രഗ്നൻസി അവസ്ഥയിൽ വയറിൻ്റെ മുകളിൽ വരുന്ന സ്ട്രെച്ച് മാർക്കുകളുണ്ട്, അതെല്ലാം മുഖത്ത് വരാൻ കാരണമാകാറുണ്ട്. കൂടാതെ തന്നെ പിഗ്മെൻറ്റേഷൻ, ചില ഭാഗങ്ങളിൽ കറുത്ത സ്പോട്ട് വരാനും ലോങ് റണ്ണിൽ നമ്മൾ ഫൈസ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരാൻ കാരണമാവാറുണ്ട്. കൂടാതെ തന്നെ മുഖം ഡ്രൈനെസ് ആയി പോകും. നമ്മുടെ മുഖം ഈ പുരട്ടുന്ന അവസ്ഥയിൽ മുഖം ഡ്രൈ ആയിട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാവും. നമുക്ക് മുഖത്തുള്ള ജലാംശമെല്ലാം നഷ്ടപ്പെട്ട് മുഖം എപ്പോഴും ഡ്രൈ ആവുന്ന ഒരവസ്ഥ വരാൻ കാരണമാകുന്നുണ്ട്. ഇതെല്ലാമാണ് ഫൈസ ക്രീം ഉപയോഗിക്കുമ്പോൾ വരുന്ന സൈഡ് എഫക്റ്റുകൾ അല്ലെങ്കിൽ ദോഷഫലങ്ങൾ. ഇതിൽ നിന്നെല്ലാം ഒരു സുഖം പ്രാപിച്ച് വരാൻ ഒരു പക്ഷേ വർഷങ്ങളോളം എടുക്കും. അതായത് ഈ മുകളിൽ പറഞ്ഞ സൈഡ് എഫക്റ്റുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് പുറത്തോട്ട് എസ്കേപ്പായി വരാൻ വേണ്ടി വർഷങ്ങളെടുക്കും. കാരണം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ഫൈസനകത്ത് സ്റ്റിറോയിഡ് ഉണ്ടെങ്കിൽ അത് 100% കൺഫേം അല്ല. കാരണം ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് എവിടെയും വ്യക്തമായിട്ട് ലഭ്യമല്ല. അത് കാരണത്താൽ മാത്രമാണ് ഞാനിങ്ങനെ പറയാൻ കാരണം. അത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റിറോയിഡ് നമ്മൾ മുഖത്തോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റേതൊരു ഭാഗത്ത് അമിതമായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള കറുത്ത കളർ ഉണ്ടെങ്കിൽ അത് മാറി വെളുത്ത കളർ വരികയും മുഖക്കുരു, പിഗ്മെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് പോകുന്നതുമാണ്. ആ ഒരു കാരണം ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ സൈഡ് എഫക്റ്റുകളെല്ലാം പറയാൻ കാരണമായിട്ടുള്ളത്. ഇതിൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. ഇതിനകത്ത് സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പല ഭാഗങ്ങളിൽ ഗൂഗിൾ ചെയ്തിട്ടെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-20 സൈറ്റിലെല്ലാം കയറി ഈ ഫൈസിൻ്റെ അകത്തുള്ള സൈഡ് എഫക്റ്റ് നോക്കുമ്പോൾ എല്ലാം ഏകദേശം ഒരു തുല്യമായിട്ടുള്ള സൈഡ് എഫക്റ്റാണ് എല്ലാവരും പറയുന്നത്. അതായത് മുഖക്കൂര് വരും, സ്കിന്ന് അടർന്നു പോകുന്നൊരവസ്ഥയുണ്ട്, ഫോട്ടോ സെൻസിറ്റിവിറ്റി, അതായത് മുഖത്ത് സൂര്യപ്രകാശം മറ്റും തട്ടുമ്പോൾ നമുക്ക് അമിതമായിട്ടുള്ളൊരു മുഖം ചുമക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ മുഖം വീർത്ത് തടിക്കുന്നൊരവസ്ഥ, ഇതെല്ലാം വരാൻ കാരണമാകുന്നുണ്ട്. കൂടാതെ ഞാൻ മറ്റു പറഞ്ഞു പോലുള്ള എല്ലാ സൈഡ് എഫക്റ്റുകളും വരാൻ കാരണമാകുന്നുണ്ട്. അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഇതിനകത്ത് സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ. ഇനി ഇതെല്ലാം മാറ്റി നിൽക്കട്ടെ, നമുക്ക് സാധാരണ ഫൈസ ക്രീം ഉപയോഗിക്കുന്നൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഫൈസ ക്രീം ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. മുഖത്ത് ഫൈസയുടെ സോപ്പ് ഉപയോഗിച്ചിട്ട് വേണം ഫൈസ ക്രീം യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത്. ഇനിയിപ്പോൾ അതെല്ലാം മാറ്റി നിർത്തി അവരുടെ സോപ്പ് ലഭ്യമായിട്ടില്ലെങ്കിൽ സാധാരണയായിട്ടുള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ ഇല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള സ്മെല്ലില്ലാത്ത ഒരു സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകുക. അതിനുശേഷം മുഖം ഡ്രൈ ആയതിനു ശേഷം കയ്യിൽ ഒരു മൈൽഡായിട്ട് ക്രീം എടുത്ത് അത് അപ്ലൈ ചെയ്യുക.
അത് ഒരിക്കലും റബ്ബ് ചെയ്യാൻ പാടുള്ളതല്ല. ഈ പ്രോസസ്സ് ദിവസം 2 നേരം ചെയ്യുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ രാവിലെ 8 o'clock ചെയ്യുകയാണെങ്കിൽ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് 8 മണിക്കായിട്ട് ആ പ്രോസസ്സ് ചെയ്യുക. അതായത് 12 മണിക്കൂർ ഗ്യാപ്പ് കൂട്ടി പ്രോസസ്സ് ചെയ്യുക. ഒരു പ്രാവശ്യം ഫൈസ ക്രീം മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 മണിക്കൂറെങ്കിലും അത് മുഖത്ത് അതുപോലെ നിൽക്കണം. അതിനുശേഷമേ കഴുകി കളയാൻ പാടുള്ളതുള്ളൂ. ഇനി ഇതിൻ്റെ ഡ്യൂറേഷൻ, അതായത് 7 ദിവസം റിസൾട്ട് ലഭ്യമാവും. അതായത് വിത്തിൻ 7 ഡേയ്സിനകത്ത് മികച്ചൊരു റിസൾട്ട് ലഭ്യമാവുന്നതാണ്. എന്നാൽ ഇതിൻ്റെ മാക്സിമം ഡോസേജ് 3 മാസം വരെയാണ് ഇത് മാക്സിമം ഉപയോഗിക്കേണ്ടത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 മാസത്തിന് മുകളിലോ അതായത് 6 മാസത്തിന് മുകളിലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ദോഷഫലങ്ങൾ വളരെ വേഗത്തിൽ വരും. അതിന് ഞാൻ എൻ്റെ ഒരു ബേസിക്കായിട്ട് എടുത്ത് പറയാൻ കാരണം, ഇതിനകത്ത് സ്റ്റിറോയിഡ് ഒരു പക്ഷേ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ദോഷഫലങ്ങൾ വരാൻ കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ആമസോണെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആമസോണിൽ നിന്ന് വാങ്ങിയ ആൾക്കാരെല്ലാം അവരുടെ റിവ്യൂ പറയുന്നുണ്ട്. ഇതിനകത്ത് പിമ്പിൾസ് വന്നു, ഏക്കിനി വന്നു, പിഗ്മെൻറ്റേഷൻ വന്നു, അതെല്ലാം ദോഷഫലങ്ങളായിട്ട് പറയുന്നുണ്ട്. ഇനി ഇത് മുമ്പ് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ സൈഡ് എഫക്റ്റ് 6 മാസത്തിന് മുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ എല്ലാ സൈഡ് എഫക്റ്റും വരാൻ കാരണമാകുന്നുണ്ട്. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് നോക്കാം. ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒറിജിനൽ എവിടെ ലഭ്യമാവുന്നുള്ളത് യാതൊരു കാര്യവും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എവിടെയും പറയാൻ കഴിയില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോനകത്ത് ഉപയോഗിച്ചുള്ള ഈ ഫൈസ ക്രീം 100% ഒറിജിനൽ ആണ് എന്നുള്ളത് എനിക്ക് തീർത്തും പറയാൻ കഴിയും. കാരണം ഇത് ഇറാനിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ് ആയത് കാരണം ഇത് ഒറിജിനൽ എന്നാണ് വാദം. അതിൻ്റെ ഒരു കാസർഗോഡുള്ള ഫ്രണ്ട് തന്നതാണ്. അത് കാരണത്താൽ തന്നെ അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഇതിന് വേണ്ടി മേടിച്ചുള്ള ക്യാഷ് ഏകദേശം ഇന്ത്യൻ രൂപ ഒരു 600 രൂപയോളം മേടിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഞാനൊരു റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ക്രീം മേടിച്ചിട്ടുള്ളത്. ഒരിക്കലും പേഴ്സണലായിട്ടുള്ള ഉപയോഗത്തിന് ഞാൻ മേടിച്ചൊരു ക്രീമല്ല, ജസ്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം മേടിച്ച ഒരു ക്രീമാണിത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫൈസ ക്രീമിനെ അന്വേഷിച്ച് വരാറുണ്ട്. അത് കാരണം തന്നെ ഫൈസ ക്രീമിനെ കുറിച്ച് ഒരു റിവ്യൂ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞൊരു 4 വർഷമായിട്ട് ഫൈസ ക്രീം അത്രത്തോളം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്രീമായതിനാൽ ജനങ്ങൾക്കൊരു ബോധവൽക്കരണം നൽകണം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ആഗ്രഹിച്ചുള്ളത്. നമുക്ക് നോക്കാം. ഇന്ത്യൻ മാർക്കറ്റിൽ ഫൈസ ക്രീമിൻ്റെ റേറ്റ് ഏകദേശം 159 രൂപ മുതൽ 360 രൂപ വരെ വരുന്നുണ്ട്. അതൊരു UAE മാർക്കറ്റിൽ ബേസിലാണെങ്കിൽ 25 ദിർഹം മുതൽ 30 ദിർഹം വരും. സൗദി ബേസിലാണെങ്കിൽ 15 സൗദി റിയാൽ മുതൽ 30 സൗദി റിയാൽ വരെയുമാണ് ഇതിൻ്റെ റേറ്റ് ഓൺലൈനിൽ കാണിക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഫൈസ ക്രീം ഉപയോഗിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ ആരെങ്കിലും ഈ ക്രീം സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിലോട്ട് ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ബെല്ലൈക്കൺ ഞെക്കുക. താങ്ക് യു.